അപ്പൊ അതിനുവേണ്ടിയാണ് നമുക്ക് ഈ പ്രസ്ഥാനം പോലും പ്രഭുപാദ രൂപീകരിച്ചത്. കാരണം ആചാര്യന്മാരൊക്കെ അവര് ദീർഘവീക്ഷണം ഉള്ളവരാണ്. ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ട് അവർക്കറിയാം ഈ വരുന്ന തലമുറയില്, ഇനി വരുന്ന ഈ കലിയുഗത്തിന്റെ വരുന്ന ഓരോ തലമുറയിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അവർക്ക് അതും അവർ മനസ്സിലാക്കി. അപ്പൊ ഇവൻ വ്യാസദേവൻ അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിലെ ആൾക്കാരുടെ പ്രത്യേകത. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രായേണ അല്പായുസ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനഃ മന്ദ സുമന്ദ മതയോ മന്ദഭാഗ്യാഹി ഉപദ്രത. അതായത് കലിയുഗത്തിലെ ആൾക്കാർക്ക് പ്രായേണ അവർ അല്പായുസായിരിക്കും, അവര് മണ്ടന്മാരായിരിക്കും, അലസന്മാരായിരിക്കും, കായികശേഷി കുറവായിരിക്കും, ആയുർദൈർഘ്യം കുറവായിരിക്കും, പിന്നെ അതേപോലെ തന്നെ നിർഭാഗ്യവാന്മാരായിരിക്കും. അപ്പൊ ഇതൊക്കെ കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവ വിശേഷങ്ങള് മനസ്സിലാക്കി വ്യാസദേവൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഇപ്പോൾ അത് നടമാടുന്നുണ്ട്. കാരണം ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാട് തീർത്തും ഇല്ലാതെ ആൾക്കാര് ഭൗതികമായ മായിക വലയത്തിനുള്ളിൽ മാത്രം, അതായത് മായയുടെ പ്രഭാപൂരത്തിൽ മാത്രം ജീവിക്കുന്നത്. ഞാൻ ഈ ശരീരമാണ്, എന്റേതാണ്, ഇത് എന്റേതാണ്, എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എൻ്റെ ബന്ധുക്കളും അതെല്ലാം എന്റേതാണ്. ആ ഒരു മനോഭാവത്തിൽ ഞാൻ എന്റേത് എന്നുള്ള ഈ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ്. അപ്പൊ ആധ്യാത്മിക ജീവിതത്തിനും പിന്നെ അവരവരുടെ ചില എന്താ പറയാ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ അമ്പലത്തിൽ പോകാറുണ്ട്, ഈശ്വര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അതൊക്കെ ഒരു വശം. പക്ഷെ എന്നാലും ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ അഭാവമാണ് ഇന്നത്തെ തലമുറയില് ഇന്ന് നമ്മൾ കാണുന്ന ഓരോരോ പ്രശ്നങ്ങളും. വിശേഷിച്ച് കലിയുഗത്തിന്റെ പ്രഭാവം കൂടി വരികയാണ്. വിശേഷിച്ച് കുട്ടികളിൽ അവരിൽ ഉണ്ടാകുന്ന അസന്തുഷ്ടി, പിന്നെ മാതാപിതാക്കൾ കൂടുതൽ അവരെ സമ്മർദ്ദം ചെലുത്തുന്നത്, അവര് ജീവിതത്തിൽ നേടേണ്ടി വരുന്ന, അതായത് ജയപരാജയങ്ങൾ, ദ്വന്ദ്ങ്ങളാണ്. ഭൗതിക ലോകം എന്ന് വെച്ചാൽ ദ്വന്ദ്ങ്ങളുടെ കൂമ്പാരമാണ്. എവിടെ നോക്കിയാലും ദ്വന്ദ്ങ്ങളാണ്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ. ഇന്ന് സന്തോഷമെങ്കിൽ നാളെ ദുഃഖമാണ്. ഇതൊന്നും നമ്മളെ ക്ഷണിച്ചു വരുത്തുന്നതല്ല. ഇതെല്ലാം ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നത് പോലെ ആഗമാപായിനോ നിത്യാസ്താം തിതിക്ഷസ്വ ഭാരത. അതെല്ലാം എന്താ പറയാ, അതായത് കാലത്തിന്റെ ഗതിവിഗതികൾ പോലെയാണ്. അത് ഒക്കെ നമ്മൾ സഹിക്കണം. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ, അതായത് ഇപ്പൊ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും മത്സരമാണ്. മത്സരം എന്ന് വെച്ചാൽ എവിടെയും എനിക്ക് ജയിക്കണം, എനിക്ക് വിജയിക്കണം, ഞാൻ ആയിരിക്കണം മുൻപന്തിയിൽ, എൻ്റെ മക്കളായിരിക്കണം മുൻപന്തിയിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് മാതാപിതാക്കളും കുട്ടികളെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത്, സമൂഹം കുട്ടികളെ സമ്മർദ്ദം ചെലുത്തുന്നത്. അപ്പൊ ഇതൊക്കെ വെല്ലുവിളികളാണ്, കുട്ടികൾക്ക് നേരെയുള്ള വെല്ലുവിളികളാണ്. അവരുടെ മാനസികമായ അവസ്ഥ, വൈകാരികവും അതുപോലെ തന്നെ മാനസികവുമായ ആ ഒരു അസന്തുലിതാവസ്ഥയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഭൗതിക ജീവിതം എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടത്, നമ്മുടെ കർത്തവ്യം എന്താണ്, നമ്മുടെ കടമ എന്താണ്, യുഗധർമ്മം എന്താണ്, ഇതൊന്നും ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഗൈഡൻസ്, ഒരു നേതൃത്വം നമുക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ. ചില മാതാപിതാക്കളും അതുപോലെ തന്നെയാണ്. അവർക്കും ഇതേപോലെ ഈ വെല്ലുവിളികൾ ഇപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, കുട്ടികളുടെ പ്രശ്നങ്ങളെ, ഇതൊക്കെ അഭിമുഖീകരിക്കാൻ അവരും ഒരുപാട് എന്താ പറയാ സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് ധാരാളം ടെൻഷനാണ്. എപ്പോഴും ചോദിച്ചാലും എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. അപ്പൊ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ, വിശേഷിച്ച് കലിയുഗമായതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കലിയുഗത്തിന്റെ പ്രഭാവം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അതിന് നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അതായത് എന്താ പറയാ, ആത്മീയ അജ്ഞത കാരണം ഈ ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ ഏറ്റവും പരിശുദ്ധവും ഏറ്റവും എന്താ പറയാ സ്വാഭാവികവുമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാര മാർഗമാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. വിചാരിച്ച് നമ്മൾ സന്യാസിമാരാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായി, നമ്മളെല്ലാവരും സാധാരണ ഗൃഹസ്ഥരാണ്, സാധാരണ മനുഷ്യരാണ്, സാധാരണ ബദ്ധജീവാത്മക്കളാണ്. പക്ഷെ എന്നാൽ പോലും
നമുക്കും ഒരു ആധ്യാത്മിക ജീവിതത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അല്ലെങ്കിൽ എന്താണ് മുതിർന്നവരുടെ, ഇപ്പൊ പണ്ട് മുതലേ പറയാറുണ്ട് മുതിർന്നവരുടെ അനുഗ്രഹം വേണമെന്ന്. അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പം മറ്റ് കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം മുസ്ലിങ്ങള്, പിന്നെ അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാര്, അവർക്കൊക്കെ ആ ഒരു ഈശ്വര ഈ ചിന്ത അവര് ചെറുപ്പത്തിലേ മുതലേ വളർത്തിയെടുക്കും. അവര് ഖുറാൻ വായിക്കും, അല്ലെങ്കിൽ ബൈബിള് വായിക്കും. അതിനുവേണ്ടി അവർക്ക് പ്രത്യേക ക്ലാസ്സുകളുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകം മദർസ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയാ സമൂഹത്തിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരത് വളർത്തിയെടുക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവര് നിസ്കരിക്കും. അത് പള്ളിയിൽ പോകും. അതുപോലെ തന്നെ എല്ലാ ദിവസവും 5 നേരം അവര് നിസ്കരിക്കും, പ്രാർത്ഥിക്കും, ഞായറാഴ്ച കുർബാന കൊള്ളും. ഇതെല്ലാം അവരുടെ സമൂഹത്തിൽ നമുക്ക് അതിനേക്കാട്ടിലൊക്കെ ഒരുപാട്, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കാട്ടിൽ ഒരുപാട് സമൂഹത്തില് നമുക്ക് പിന്നെ വേദഗ്രന്ഥങ്ങള്, ആചാര്യന്മാര്, അതിലുപരി നമുക്ക് എന്താ പറയാ ഭഗവാന്റെ അനുഗ്രഹം, ഇതെല്ലാം ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതലുള്ളതാണ്. ഹിന്ദുവിൽ നിന്നും അതായത് ഹിന്ദുമതം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ഹിന്ദുക്കൾക്കാണ് ഈശ്വര കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ അനുഷ്ഠിക്കാനുള്ള അവസരങ്ങളും അതേപോലെ പിന്നെ എന്താ പറയാ പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങളും ഒക്കെ ഹിന്ദുക്കൾക്കുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇന്നതുപോലെ ചെയ്യണം. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും പള്ളിയിൽ പോയിരിക്കണം. ഇത് അമ്പലത്തിൽ പോയില്ലെങ്കിലും ആരും അന്വേഷിക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നിയമ ബുക്കുകൾ, നിയമപുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ, നമ്മുടെ നിയമ ബുക്കാണ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം. ഇതൊക്കെ നമുക്ക് ഭഗവാനായിട്ട് സ്വയം നമുക്ക് വേണ്ടി തന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആചരിക്കാതെയും അതിന്റെ മഹത്വം മനസ്സിലാക്കാതെയും ഈശ്വരന്റെ മഹത്വം മനസ്സിലാക്കാതെയും മനുഷ്യ ജന്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെയും എങ്ങോട്ടൊക്കെയോ പാഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം മാതാപിതാക്കള് നമ്മൾ അറിയണം. ഇപ്പൊ നമുക്കൊക്കെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് കൃഷ്ണാവബോധത്തിൽ വരാനാ, നമ്മൾ നാമം ജപിക്കാനാ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, എല്ലാ ദിവസവും നാമജപം, എല്ലാ ദിവസവും ഭക്തന്മാരുടെ അസോസിയേഷൻ, ശ്രീമദ് ഭാഗവതം ക്ലാസ്, ഭഗവത്ഗീത ക്ലാസ്, ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് പറയുന്ന യുഗധർമ്മം. മനസ്സിലായി? അപ്പൊ യുഗധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാവരിലും ഈ യുഗത്തിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നു അവർക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് യുഗധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ യുഗധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാമം ജപിക്കുക. ശേഷി വെളുപ്പിനെ എഴുന്നേറ്റ് നാമം ജപിക്കുക. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നാമം ജപിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതൊക്കെ കിട്ടിയപ്പോൾ നമ്മളത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും, അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ബന്ധുക്കൾക്ക്, ഇതെല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു എന്താ പറയുന്ന എന്നാ ചോദിക്കും, എല്ലാവരും ഇത് എന്താ ഫോളോ ചെയ്യാൻ വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ചില മക്കൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ആരും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അത് ആചരിച്ച് കാണിക്കുമ്പോൾ, അങ്ങനെയാണ് ആചാര്യന്മാരെല്ലാം അവർ ആചരിച്ച് കാണിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്, അല്ലേ? സമൂഹത്തിൽ ഒരുപാട് പേര് ഇന്ന്, വിശേഷിച്ച് ഇന്ന് കൃഷ്ണാവബോധത്തിലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ഗൃഹസ്ഥരായിട്ടുള്ള ധാരാളം ഭക്തന്മാര്, അവരുടെയൊക്കെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഇന്നത്തെ സമൂഹത്തെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് ആചാര്യന്മാർ ഹിന്ദു സമുദായത്തെ ഉയർത്തിയെടുക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഹിന്ദു സമുദായത്തിന് ഒരു ശരിയായ പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയാ ഗൈഡിൽ ഒരു നേതൃത്വം ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇന്നത്തെ സമൂഹം ഇത്ര അധപ്പതിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. സാമൂഹിക സമ്മർദ്ദം, വിദ്യാഭ്യാസത്തിന്റെ എന്താ പറയാ കുട്ടികൾക്കുണ്ടാകുന്ന പരാജയം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മാനസികമായി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പൊ മാതാപിതാക്കളുടെ പ്രധാന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ മറ്റുള്ളവരുമായിട്ട് മറ്റു കുട്ടികൾ, നമുക്ക് ആ ആളായിട്ട് അവനവന്റെ കർമ്മം അനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുന്നതിൽ പകരം അവർക്ക് സ്നേഹം. അപ്പൊ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത് സ്നേഹമാണ്. സ്നേഹത്തോടു കൂടി എല്ലാ ജീവാത്മാക്കളും എല്ലാവരോടും സ്നേഹം വെച്ച് പുലർത്തുക. മറ്റുള്ളവരോട് അസൂയ, അതായത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു
ദോഷം എന്ന് പറയുന്ന അസൂയയാണ്. മറ്റുള്ളതിനൊക്കെ പരിഹാരമുണ്ട്. ഇപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതം ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഈ അസൂയയ്ക്ക് മരുന്നില്ലെന്ന് പറയത്തില്ലേ? അതേപോലെയാണ് ഇന്നത്തെ സമൂഹത്തിലെ മറ്റുള്ള കുട്ടികൾ നന്നാകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നന്നാകുന്നത് കാണുമ്പം ഈവൻ ഡിവോട്ടി ലൈഫിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചിലർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നത്, ഗുരുവിന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നത് ചിലർക്ക് അത് മനസ്സിലാക്കാം, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അതൊക്കെ പിന്നെ അതൊക്കെ നമുക്ക് അതൊക്കെ പരിഹരിക്കാം. പക്ഷെ സമൂഹത്തിൽ അജ്ഞരായിട്ടുള്ള, അല്ലെങ്കിൽ അജ്ഞതയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും അജ്ഞരെന്ന് പറയാൻ പറ്റില്ല. കാരണം ആധ്യാത്മികമായ അജ്ഞത അതാണ് മെയിനായിട്ട്. അതായത് എല്ലാവരും വിദ്യാഭ്യാസവും അതേപോലെ തന്നെ സംസ്കാരവും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ആധ്യാത്മിക സംസ്കാരം വളർത്തിയെടുക്കാത്തതിന്റെ പോരായ്മ മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എല്ലാം സാമ്പത്തികവുമായിട്ടും എല്ലാം ഉണ്ട്. മാനസികമായ ആരോഗ്യം, ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഹെൽത്തി ആറ്റിറ്റ്യൂഡ്, നമ്മൾ എല്ലാവരോടും ഒരു ഹെൽത്തി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ സമൂഹത്തിലെ നമ്മൾ പിന്നെ എന്താ പറയാ, എല്ലാവരോടും സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? ഗീവ് റെസ്പെക്ട്, ഗെറ്റ് റെസ്പെക്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. മാതാപിതാക്കള് ആ റെസ്പെക്ട് നമ്മൾ മക്കളോട് കാണിക്കുമ്പോഴാണ് മക്കളിൽ നിന്നും ആ റെസ്പെക്ട് മാതാപിതാക്കൾക്ക് കിട്ടുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ മാതാപിതാക്കളെ നോക്കാത്ത മക്കളാണ്. അവർക്ക് അവരുടെ സുഖം മാത്രം തേടി പോകുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേര്, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം സമൂഹത്തിനെ ഭരണഘടനയും അതേപോലെ ഇന്നത്തെ സമൂഹത്തിന്റെ നടമാടുന്നതും എല്ലാം ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും നമുക്കും അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ നമ്മൾ ഗൃഹസ്ഥ ലൈഫിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയാ, നാമജപത്തിനുള്ള അവസരം, അതേപോലെ ഭഗവത്ഗീത പഠിക്കാനുള്ള അവസരം, ഭാഗവതം ശ്രവിക്കാനുള്ള അവസരം, ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ, ഇതൊക്കെ നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും വൈഷ്ണവരുടെ അനുഗ്രഹം കൊണ്ടാണ്. അതാണ് ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ബീജം. അപ്പം ഈ സമൂഹത്തിലും, അല്ലെങ്കിൽ ഓരോരുത്തരിലും, ഇവൻ നമുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയൊക്കെ ഈ ഒരു അനുഗ്രഹം നമുക്കും ചൊരിയാൻ പറ്റും. കാരണം ഗുരു എന്ന് പറയുന്നത് മഹാപ്രഭു പറയുന്നുണ്ട്, അതുപോലെ ശ്രീല പ്രഭുപാദയും പറയുന്നുണ്ട്. അതായത് എല്ലാവരും ഒരു ആത്മീയ ഗുരുവാകണം. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ക്ലാസ്സും ഈ നാമജപത്തിന്റെ ഇത് സെഷനും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പം സാമൂഹിക സമ്മർദ്ദം കൊണ്ട് എന്താ പറയാ, കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വിശേഷിച്ച് യുവതലമുറ. അതുകൊണ്ടാണ് അവര് മദ്യത്തിന് ഒക്കെ അടിമപ്പെട്ടു പോകുന്നത്. ശ്രീല പ്രഭുപാദ പാശ്ചാത്യ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാം ഹിപ്പികളായിരുന്നു. അവരെല്ലാം അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്കെല്ലാം ഭൗതിക സുഖത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കെല്ലാം എന്താ പറയാ, ജോലി, വിദ്യാഭ്യാസം, നല്ല സാമ്പത്തികമായ ഉയർച്ച, പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങൾക്കിലും ഭൗതികമായ അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയാതെ പോയി. ജീവിത ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മള് പറയുന്നത് ജീവിത ലക്ഷ്യം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ്. പക്ഷെ അതൊന്നുമല്ല. ജീവിത ലക്ഷ്യം എന്ന് വെച്ചാൽ പ്രേമപ്പു മാർത്തോ മഹാൻ. അതായത് ഈശ്വരപ്രേമം നേടുക, ഈശ്വരനെ സ്നേഹിക്കുക. ആദ്യം ഈശ്വരനെ അറിയുക. ഞാൻ ആരാണ്? ഈശ്വരൻ ആരാണ്? എന്താണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള കർത്തവ്യം? അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയില്ല. നമുക്ക് യഥാർത്ഥത്തിൽ അജ്ഞത കാരണം അറിയില്ല ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം. ഭഗവാന്റെ അംശമാണെന്നിരിക്കലും നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി ഭൗതിക ലോകത്ത് വരുന്നതാണ്. അത് നമുക്ക് ഭഗവാൻ അനുവദിച്ച സ്വാതന്ത്ര്യമാണ്. ഭൗതിക ലോകത്ത് വരാനും നമ്മുടെ എന്താ പറയാ, ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യം തന്നു ഭഗവാൻ. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗപ്പെടുത്തി ഭൗതിക പ്രകൃതിയിൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മായയുടെ പ്രഭാപൂരം നമ്മളെ സ്വാധീനിക്കും. ഭൗതിക ലോകത്തിന്റെ ഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പൊ ഇതിങ്ങനെയൊക്കെ വരുമ്പോഴാ നമുക്ക് ശരിയേത് തെറ്റേത്, നമ്മൾ വിചാരിക്കുന്നു ഞാനാണ് കറക്റ്റ്, എല്ലാത്തിലും ഞാൻ തന്നെയാണ് കറക്റ്റ്. നമ്മൾ കറക്റ്റ് ആവണം. എല്ലാ കാര്യത്തിലും നാം സ്വയം നമ്മൾ എന്താ പറയാ, ശരിയായിരിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിയായിരിക്കണം. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകും.
അപ്പൊ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തിലെ എന്താ പറയാ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇപ്പൊ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത നമുക്ക് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദത്തിലാണ്, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചാണ് അവരുടെ സംവാദം. വേറെ എങ്ങും പോയൊരു നല്ല സ്ഥലത്ത് പോയിരുന്നൊന്നുമല്ല, യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്താണ് അവരുടെ സംവാദം. അപ്പൊ അവിടെ അത് അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ആ ഒരു സന്ദർഭത്തിൽ അർജുനനെ ഉപദേശിച്ചത്. എന്താണ്? അർജുനന് വളരെ ധർമ്മസങ്കടത്തിലായിപ്പോയി. ധർമ്മസങ്കടം, എന്ത് ചെയ്യണം, ഞാൻ ഈ ഇവരെയൊക്കെ കൊല്ലണോ? എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ സഹോദരന്മാര്, അല്ലെങ്കിൽ എൻ്റെ പിതാമഹൻ, അല്ലെങ്കിൽ എൻ്റെ ഗുരു വരെ ഉണ്ട് അതില്, പിതാമഹനുണ്ട്, എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പൊ അർജുനന് ഒരു ധർമ്മസങ്കടം, എങ്ങനെ ഇവരെയൊക്കെ ഞാൻ വധിക്കും? അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യണ്ട, എനിക്ക് ഞാൻ കാട്ടിൽ പോയി തപസ്സനുഷ്ഠിച്ചോളാം കൃഷ്ണ, എനിക്ക് യാതൊരു സുഖവും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് യുദ്ധവും ചെയ്യണ്ട. അങ്ങനെ അദ്ദേഹം തളർന്നിരുന്നപ്പോഴ ഭഗവാൻ പറഞ്ഞുകൊടുത്ത തത്വശാസ്ത്രങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവാന്റെ നാവിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന ആ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അഥവാ സന്ദേശങ്ങൾ, അതാണ് അർജുനനെ ബലവത്താക്കിയത്. അപ്പൊ എന്ന് പറയുന്നു, നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ പരിഹരിക്കാൻ നമ്മൾ സാധാരണ പോകുന്ന എവിടെയാ? നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത്. അവരെല്ലാവരും നമ്മളെ പോലെ തന്നെ തുല്യ ദുഃഖിതരാണ്. അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്ക് വേണ്ടത് ഒരു ഗൈഡൻസ് ആണ് സമൂഹത്തിൽ വേണ്ട. അതുകൊണ്ടാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും നാമജപവും ഒക്കെ ലോകമെമ്പാടും പ്രചരിപ്പിക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം തന്നെ ഈ സമൂഹത്തിന്റെ ഈ പറഞ്ഞിട്ടുള്ള കൽമഷങ്ങളെ, അതായത് കലിയുഗം എന്ന് പറയുന്ന എത്രമാത്രം കൽമഷങ്ങൾ നിറഞ്ഞതാണ്. എവിടാ കൽമഷങ്ങൾ? മനുഷ്യന്റെ മനസ്സിലും ഈവൻ അന്തരീക്ഷത്തിൽ പോലും ഈ കൽമഷങ്ങളെല്ലാം ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കൽമഷങ്ങളെയൊക്കെ നിവാരണം ചെയ്യണം. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈശ്വരനാമം ജപിക്കുക എന്നുള്ളത്. അപ്പം ഭൗതിക ലോകത്ത് മനുഷ്യന്റെ ഈ മനോഭാവം, അതായത് ഇപ്പം നമുക്ക് ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. കുട്ടികൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ സാഹചര്യം എന്താണ്? എല്ലാവർക്കും ജീവിക്കാനാണ് ആഗ്രഹമുള്ളവരാണ്. എല്ലാ മനുഷ്യർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, എല്ലാവരും സന്തോഷം തിരയുന്നവരാണ്. പക്ഷേ ഈ ഭൗതിക ലോകത്ത് കാരണം ഇത് ദുഃഖാലയമാണ്. ഇവിടെ എങ്ങും നമുക്ക് സന്തോഷം കിട്ടാൻ യാതൊരു വഴിയില്ല. അഥവാ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ അത് താൽക്കാലികവുമാണ്, ക്ഷിപ്രമാണ്, ഇല്ലേ? അപ്പൊ അതൊന്നും നമുക്ക് അതാണ് ആഗമാപായിനോ നിത്യാസ്, അതായത് സുഖവും ദുഃഖവും ഈ ദ്വന്ദ്ങ്ങൾ ഇങ്ങനെ വന്നും പോയിരിക്കും. അപ്പൊ ഈ ദ്വന്ദ്ങ്ങളെ അതിജീവിക്കണം. അതാണ് ഭഗവാൻ അർജുനോടും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ദ്വന്ദ്ങ്ങൾ, അതായത് ജയവും പരാജയവും. ഇപ്പം എക്സാം വന്നു, അതിനകത്ത് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെക്കാട്ടിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു, അതിന് പ്രശ്നങ്ങൾ. വീട്ടിലെ ഉണ്ടാകുന്ന മാതാപിതാക്കളിലാണ് കൂടുതൽ തെറ്റുകളും വരുന്നത്. കുട്ടികളെ കാരണം വെച്ചാൽ അവര് അറിവില്ലാത്തവരാണ്. അപ്പൊ മാതാപിതാക്കള് ശരിയായ രീതിയിൽ അവർ ഈശ്വര വിചാരം വളർത്തിയെടുക്കുകയാണെങ്കിൽ, അവർ ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ, തൻ്റെ മക്കളെ തീർച്ചയായിട്ടും അവർക്കും ആധ്യാത്മിക പാതയിലൂടെ നയിക്കാൻ പറ്റും. അതിലുപരി നമ്മൾ തന്നെ അവരെ ഉപദേശിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇന്ന് സമൂഹത്തിലെ കൃഷ്ണാവബോധം പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നതും. അപ്പൊ അതിനകത്ത് ആചാര്യന്മാരുണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിൽ ഗൃഹസ്ഥരായിട്ടുള്ള ഭക്തന്മാരുമായിട്ട് ഇടപഴകുക. അതേപോലെ തന്നെ അമ്പലങ്ങളിൽ പോയി, അതായത് വിശേഷിച്ച് കൃഷ്ണാവബോധ കേന്ദ്രങ്ങളിൽ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ നമ്മൾ മാതാപിതാക്കൾ ചെയ്ത്, അപ്പൊ നമ്മുടെ കുട്ടികളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താനും, അവർക്ക് വരുന്ന ജീവിത വെല്ലുവിളികളെ തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഇല്ലാത്തത്, മനസ്സിന്റെ ശക്തിയാണ്. കായിക ബലം, ഇപ്പം വ്യാസദേവൻ പറയുന്നത് കായിക ശേഷി കുറവാണ്. പക്ഷെ കായിക ശേഷി, നമുക്ക് ശരീരത്തിന് ബലമുണ്ട്, മനസ്സിന് ബലമുണ്ടെങ്കിൽ ശരീരത്തിനും ബലം ഉണ്ടാകും. മനസ്സിനുണ്ടാകുന്ന ബലം എന്ന് വെച്ചാൽ അത് ഭൗതികതയല്ല, അത് ആത്മീയമാണ്, അല്ലെ? നമ്മുടെ ആത്മാവ്, അതായത് ആത്മാവിനെക്കാട്ടിൽ മുകളിൽ നമ്മുടെ മനസ്സ് നിൽക്കുമ്പോഴാണ്, അഥവാ ആത്മാവിനെക്കാട്ടിൽ താഴെയാണ് ബുദ്ധിയും മനസ്സും നിൽക്കേണ്ടത്. ആത്മാവാണ് ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്. അപ്പൊ ഈ ആത്മാവിനെ കുറിച്ചുള്ളയൊക്കെ അറിവുകൾ കുറച്ച് നേടുമ്പം നമുക്ക് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആത്മാവിന്റെ മുകളിൽ ബുദ്ധിയും
അതുപോലെ തന്നെ പിന്നെ മനസ്സും നിൽക്കുമ്പോഴ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ പറ്റാതെ വരും. അപ്പോ മാനസികമായിട്ടുള്ള ശക്തി ക്ഷയിക്കും. എന്തിനേയും എല്ലാത്തിനും ഇപ്പൊ ഓരോരുത്തര് എന്തെങ്കിലും എന്താ പറയാ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശരി, ആർക്കും ഉപദേശം ഇഷ്ടമല്ല. മുതിർന്നവർക്കായാലും ഉപദേശങ്ങൾ. പിന്നെ നമ്മൾ ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോഴാണ് ഉപദേശങ്ങളുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുപദേശങ്ങളാണ്? സത് ഉപദേശങ്ങൾ. സത് ഉപദേശങ്ങളാണ് നമുക്ക് കിട്ടുന്നതെല്ലാം ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്നും മറ്റു ഭക്തന്മാരിൽ നിന്നും വൈഷ്ണവരിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്ക് സത് ഉപദേശങ്ങളാണ്. ഈ സത് ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം, യഥാർത്ഥത്തിൽ ജീവിതം എന്താണ്, എന്തിനു വേണ്ടിയാണ്, വെറുതെ ഇങ്ങനെ ജീവിച്ചു തീർക്കാൻ വേണ്ടി ഒരു ജീവിതമാണോ, അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കിടന്ന് ഉഴലുന്നതാണോ യഥാർത്ഥ ജീവിതം? നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണ്, രാപകല് കഠിനാധ്വാനം കണ്ടിട്ടില്ല ചിലര്. പിന്നെ ഓഫീസിലാണെങ്കിൽ അതുപോലെ ഓവർ ടൈം വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, നാട്ടിലാണെങ്കിൽ എങ്ങനെല്ലാം പൈസ പലതരം മൾട്ടിപ്പിൾ ടാസ്കിലൂടെ അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് പൈസ എല്ലാത്തിനും വേണം. പക്ഷെ എന്നാൽ പോലും അത് പൈസ കൊണ്ട് മാത്രം ആർക്കും ജീവിതത്തിൽ ഉന്നതമായ വിജയം കൈവരിച്ചിട്ടില്ല ആരും. ആധ്യാത്മികമായ തലത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഇപ്പൊ ഈവൻ ഭക്തി എന്ന് പറയുന്നത്, നമുക്ക് ഭക്തി പല തലത്തിലാണ് ഇരിക്കുന്നത്, പല തലമാണ് ഭക്തിക്ക്. അപ്പം എന്താ പറയാ ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഭക്തന്മാരെ കാണുന്നതും, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിലെ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ശ്രവിക്കാനിടയാകുന്നതും, ഭക്തന്മാരുടെ സ്നേഹം, അവരുടെ കെയർ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അനുകമ്പ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിലില്ല. അനുകമ്പയൊന്നും പിന്നെ കലിയുഗത്തിലേ ഇല്ല ആരുടെയും മനസ്സിൽ. അതുകൊണ്ടാണ് മൃഗങ്ങളോടൊക്കെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്നത്, മനുഷ്യനെ മൃഗങ്ങളെ പോലെ കാണുന്നതും ഒക്കെ അതുകൊണ്ടാണ്. സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ എന്താണ്? മനനം ചെയ്യാൻ കഴിവുള്ളവൻ, അഥവാ എന്താ ഈ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിവേകത്തോടുകൂടി വെറുതെ പ്രവർത്തിക്കുകയല്ല. അതായത് ക്രിയാത്മക ശക്തി ഉണ്ടാവണം മനുഷ്യൻ. അപ്പൊ സാധാരണ ഭൗതിക ജീവിതത്തില് നമ്മൾ കർമ്മം അനുസരിച്ച് ഭഗവാൻ നമുക്ക് ഓരോ ജീവിതം തന്നിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കും. പക്ഷെ ആ ജീവിതത്തെ ധന്യമാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാരുടെയും അതുപോലെ നമ്മുടെ ആചാര്യന്മാരുടെയും അതേപോലെ നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളെയും നമ്മൾ ആശ്രയിക്കണം. അത് ഭഗവാനെ ആശ്രയിക്കുന്ന തുല്യമാണ്. അപ്പൊ അതിനെ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ ഭക്തന്മാരെയും അതേപോലെ നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളെയും ഒക്കെ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആശ്രയം കിട്ടും. അപ്പം ഭഗവാൻ എന്താ പറയാ ആ ആശ്രയം ഒരാളിന് നൽകണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ നമ്മൾ സേവിക്കണം. അപ്പൊ അത് നാമജപത്തിൽ കൂടിയാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നാമം ജപിക്കുന്നു. അതിന്റെ മഹിമ എന്താണ്? പലതരത്തിൽ നമ്മൾ നാമജപം തന്നെ ശ്രദ്ധയോടെ ജപിക്കണം. അതേപോലെ നമ്മൾ ശ്രദ്ധിച്ച് ജപിക്കുന്നത് കേൾക്കണം. അപ്പം ഈ മനസ്സിനെ എന്താണ്, നമ്മുടെ മനസ്സിങ്ങനെ നാമം ജപിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് പല സ്ഥലങ്ങളിലായിട്ട് വ്യാപരിക്കും. പല സ്ഥലത്തും അല്ലെങ്കിൽ പലരിലും ഒക്കെ നമ്മുടെ ശ്രദ്ധ പോകും. അപ്പൊ ആ ശ്രദ്ധയൊക്കെ നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും നമ്മുടെ കൺട്രോളിലാണ്. അതാണ് മനസ്സിനെ നിയന്ത്രിക്കുക. വാച്ചോ വേഗം മനസാ ക്രോധ വേഗം ജിഹ്വാ വേഗം ഉദരോപസ്ഥ വേഗം. അതായത് എന്താണ്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, വാക്കുകളെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം, ക്രോധം, ഇതെല്ലാം നമുക്കുള്ളതാണ്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയില്ല, വാക്കുകൾ നമ്മൾ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ സമൂഹത്തിലിറങ്ങി മറ്റുള്ളവരോടെല്ലാം ലൗകിക കാര്യങ്ങളെ കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. ഈ ഒരു അവബോധമാണ് എല്ലാവരുടെയും മനസ്സിൽ. അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ ഇങ്ങനെ ഭൗതിക കാര്യങ്ങളിൽ ഇങ്ങനെ പോവും. പക്ഷെ അതിനൊക്കെ നമ്മൾ എന്തിനാ വേണ്ടത്? ആദ്യം നമ്മുടെ വാക്കുകളെ, പിന്നെ അതുപോലെ പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികളിലും നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ, ഇപ്പൊ ആചാര്യന്മാര് ആചരിച്ച് കാണിക്കുന്നത് പോലെ മാതാപിതാക്കളും അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഡിസിപ്ലിൻ തുടങ്ങുന്നത്. നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നു, കുട്ടികൾ പല വിധത്തില് ഇന്നത്തെ സമൂഹത്തിന് നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും വയ്യാത്ത തരത്തിലാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എല്ലാവർക്കും അതിനകത്തൊരു എന്താ പറയാ വേദനയുണ്ട്. എന്താണ് ഇന്നത്തെ ഈ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചു പോകുന്നത്? കാരണം എന്താ, എല്ലാവർക്കും ഈശ്വരഭക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾക്ക് എന്നും പരിഹാരങ്ങൾ
ശരിയായ രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല. അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ അജ്ഞത മാറ്റിയെടുക്കണം. അജ്ഞതയ്ക്ക് ഉള്ള മരുന്നാണ്, അല്ലെങ്കിൽ അജ്ഞതയ്ക്കുള്ള ഏറ്റവും ഉള്ള ഒറ്റമൂലിയാണ് നമ്മൾ ജ്ഞാനം നേടുക. ഏതിന് ജ്ഞാനം? നമുക്ക് ഒരുപാട് ഭൗതിക ജ്ഞാനങ്ങളുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി, കോളേജിൽ പോയി, പല ഡിഗ്രികളും ഒക്കെ എടുത്ത് നമുക്ക് ഒരുപാട് ജ്ഞാനം നമ്മൾ നേടുന്നുണ്ട്, ഭൗതികമായിട്ടുള്ളതാണ്. പക്ഷെ ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്ക് അറിവില്ലാത്തത്. ഈ ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പൊ അതിൽ കൂടെ നമ്മുടെ പരമമായ അർത്ഥം, ജീവിത ലക്ഷ്യം നമുക്ക് സാധ്യമാകത്തുള്ളൂ. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ പോലെ നമ്മൾ ജീവിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷെ ഒരിക്കലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന് മനുഷ്യ ജന്മം എന്ന് പറയുന്ന വളരെ ദുർലഭമാണ്, സുദുർലഭമാണ്. അപ്പൊ ആ കിട്ടിയ മനുഷ്യജന്മത്തെ ഒരിക്കലും എന്താ പറയാ പാഴാക്കാൻ പാടില്ല. അതിനകത്തുനിന്ന് ആ ജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ചിലര് ചോദിക്കും, പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാ? നമ്മൾ ആസ്വദിക്കുക ഭൗതിക ജീവിതം. അതല്ല ആസ്വാദനം എന്ന് പറയുന്നത്. പരമാസ്വാദകൻ എന്ന് പറയുന്ന ഭഗവാനാണ്. അപ്പൊ ആ പരമാസ്വാദകനായിട്ടുള്ള ഭഗവാന് നമ്മളൊക്കെ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനാണ് പരമാസ്വാദകൻ എന്ന് മനസ്സിലാക്കി, സർവ്വലോകത്തിന്റെയും ഉടമ ഭഗവാൻ. അത് എപ്പോഴും നമ്മുടെ ചിന്ത എന്താ? ഇതെന്റേതാണ്, ഇതെന്റെ വീടാണ്, എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ കുട്ടികള്, എൻ്റെ വീട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉത്തരവാദി അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ സകലതിന്റെയും നിയന്താവാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ക്ലാസ് കേൾക്കുന്നതാണ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മുടെ സമൂഹത്തെ കൂടി നന്നാക്കാനുള്ള ഒരു ശ്രമം, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു എന്താ പറയാ പരിശ്രമം, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്, നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത് ആദ്യം. പിന്നീട് നമ്മുടെ കുട്ടികള്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സമൂഹം. അപ്പൊ ഇങ്ങനെ നമുക്ക് അത് വ്യാപരിപ്പിക്കാൻ പറ്റും. അപ്പൊ അതാകുമ്പം നമ്മുടെ ആ പരിശ്രമത്തെ ചില ആൾക്കാര് എന്താണ് ഈശ്വര സേവനം ചെയ്യാതെ, അതാണ് ശ്രമ ഏവകി കേവലം എന്ന് പറയുന്നത്. അതായത് വെറുതെ സമയം പാഴാക്കുക. പിന്നെ ഈശ്വര കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഈശ്വരനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി ചിലര് പല പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ആ ശ്രമമൊക്കെ കേവലം എന്താണ് നിഷ്ഫലമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്, മൂല്യവത്താണ് ഓരോ നിമിഷവും എന്ന് പറഞ്ഞാൽ. അത് അതായത് കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം വ്യത കളയരുതാരും. അപ്പൊ ഒരു നിമിഷം പോലും നമ്മൾ കളയാൻ പാടില്ല. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യം സഹായം, അതൊരു സഹായമാണ് കുട്ടികൾക്ക്. ഇപ്പൊ അതിനു വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് നടത്തുന്നുണ്ട്. കുട്ടികളെ ചെറുപ്പത്തിലെ മുതലേ അവരെ എങ്ങനെ ജീവിതത്തിൽ അവരുടെ വെല്ലുവിളികളെയൊക്കെ അവർക്ക് നേരിട്ട് ജീവിതം അവർക്ക് ആസ്വാദകരമാണ്. നമ്മുടെ ജീവിതം ആസ്വാദകരമായിരിക്കണം. നമുക്കും ഭഗവാൻ പരമാസ്വാദകനായതുകൊണ്ട് നമുക്കും ആ ഒരു പ്രവണതയുണ്ട്, ആസ്വദിക്കണമെന്നുള്ള പ്രവണത. പക്ഷെ അത് ഭൗതിക സുഖം ആസ്വദിക്കുന്നതിലല്ല, ഈശ്വര സേവനം ചെയ്ത് അത് ആസ്വദിക്കണം, ഭഗവാനെ ആസ്വദിക്കണം, നാമം ആസ്വദിക്കണം, അല്ലെങ്കിൽ ഈശ്വര കർമ്മങ്ങളിൽ ആസ്വാദനം കണ്ടെത്തണം. അപ്പൊ ഇതൊക്കെയാണ് സമൂഹത്തിൽ ഇന്ന് വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് ഈശ്വരനാമം ജപിക്കുകയും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും അതിലുപരി നമ്മൾ ഈശ്വര ജ്ഞാനം നേടുകയും ചെയ്യുക. അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഈശ്വര ജ്ഞാനം നേടുന്നത്. ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്? ചില ആൾക്കാർ, അതാണ് ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർ അന്വേഷിക്കും, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ യഥാർത്ഥ കർത്തവ്യം. അപ്പൊ എന്താണ് ഞാൻ അതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്യുന്നത്? ഞാൻ ഒരുപാട് പിള്ളേർ ചിന്തിക്കും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാന്ന് പറയത്തില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലല്ല. പിള്ളേര് എന്താ പറയാ, മാതാപിതാക്കളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒരു അരമാർക്കെങ്കിലും കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഈ അരമാർക്ക് എങ്ങനെ പോയി, മറ്റേ കുട്ടിക്ക് എത്ര കിട്ടി? അപ്പൊ അവരിലും ഈ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി, ഒരു മത്സര ബുദ്ധി വളർത്തിയെടുക്കുകയാണ്. അപ്പൊ ഈ മത്സരം, അസൂയ മറ്റുള്ളവരോട്, അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ അനർത്ഥ നിവർത്തി എന്ന് പറയും അതിന്. അതായത് അതൊക്കെ നമ്മൾ സ്വയം
എന്താ പറയാ, വളർത്തിയെടുക്കേണ്ട നല്ല നല്ല ശീലങ്ങളിലൂടെയാണ് ഈ അനർത്ഥ നിവൃത്തിയൊക്കെ വരുന്നത്. നമ്മൾ പറയും ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ. അപ്പൊ ഇതൊക്കെ ഇതിൽ കൂടിയാണ് നമ്മൾ അനർത്ഥ നിവൃത്തി കൈവരിക്കുന്നത്. അപ്പൊ ഈ അനർത്ഥ നിവൃത്തി അതാണ് കാമക്രോധ ലോഭമോഹ മത മത്സരാദികൾ. അപ്പം പിന്നെ അതിലുപരി നമ്മളിൽ ആൾക്കാരിൽ ഉണ്ടാകുന്ന മറ്റുള്ളവരോടുള്ള അസൂയ, ഇതൊക്കെ മാറ്റിയെടുത്ത് ജീവിതത്തെ ധന്യമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായിരിക്കണം നമ്മുടെ പരിശ്രമം. ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചിലർ പറയും, ഓ ഞാൻ കുറെ കാലമായിട്ട് നാമം ജപിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. അതിനാണ് നമ്മൾ ഉത്സാഹം, നിശ്ചയം, ധൈര്യം, അത് ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഉത്സാഹത്തോടു കൂടി ഇരിക്കുക. ജീവിതത്തിൽ ഭൗതിക ജീവിതത്തില് ചിലപ്പോഴൊക്കെ ഭയങ്കര ഉത്സാഹഭരിതരായിരിക്കും, ചിലപ്പം ഡൗൺ ആയി പോകും. എന്തുകൊണ്ടാണ്? മനഃശക്തി ഇല്ലാത്തത് കൊണ്ടാണ്, ആത്മധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആത്മധൈര്യം വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? ചിലർ പറയും, നോക്ക് നീ ആത്മവിശ്വാസം കൈവരിക്കണം. ആത്മവിശ്വാസമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് നമ്മള് ഈശ്വരനോടുള്ള ആ കടപ്പാട് നമ്മൾ നിറവേറ്റുമ്പോഴാണ് നമ്മളിൽ ആത്മവിശ്വാസം വരുന്നത്. കാരണം എങ്കിൽ മാത്രമേ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എല്ലാത്തിനും ഉപരിയാണ്. ആ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളിപ്പം നമ്മുടെ ഈ ശരീരത്തെയൊക്കെ, അതാണ് ഒരു കൂട്, സ്വർണ്ണക്കൂട്ടിൽ ഒരു കിളി കിടക്കുന്നു. അപ്പൊ ഈ കിളി സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്നെങ്കിലും സ്വർണ്ണക്കൂടിനെ ഇങ്ങനെ തേച്ചു മിനുക്കി അതിനെ വൃത്തിയാക്കി കൊണ്ട് നടക്കുകയാണ് എല്ലാവരും. ആ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ആരും ശ്രദ്ധിക്കുന്നതേ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം അതാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ ഗവനിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് എന്താണ്? ആത്മാവിന്റെ ശക്തി കുറഞ്ഞു വരും. ഒരു നാൾ ഈ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കാതെ കൂട് മാത്രം വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പക്ഷി കുറെ നാൾ കഴിയുമ്പോൾ അത് അങ്ങ് ഡൗൺ ആയി പോകും. മനസ്സിലായോ? അതിന് ഭക്ഷണം ഇല്ലാതെ. അപ്പൊ ആത്മാവിന്റെ ഭക്ഷണം എന്താണ്? അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഈ ശരീരം ആത്മാവിന് ഇരിക്കാനുള്ള ഒരു കൂട് മാത്രമാണ് ഈ ശരീരം. അപ്പൊ ഈ ശരീരത്തെ ഞാൻ എൻ്റേത് ശാരീരിക ബോധം വെച്ച് വളർത്തി. ഇവൻ അർജുനനും അതേപോലെയാണ്. കൃഷ്ണൻ അതാണ് അർജുനോട് ചോദിക്കുന്നത്, നീ ശാരീരികമായിട്ടുള്ള അവബോധത്തോടു കൂടിയാണല്ലോ സംസാരിക്കുന്നത് അർജുന, നീ എന്താണ് അനാര്യനെ പോലെ സംസാരിക്കുന്നത്? ഇത് നമ്മുടെ ക്ഷത്രിയ വംശത്തിന് ചേർന്നതല്ലല്ലോ, മനുഷ്യ സമൂഹത്തിന് ചേർന്ന മനോഭാവമല്ലല്ലോ നിന്റേത്. അപ്പൊ നമുക്കെല്ലാം ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തില് നമുക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെ പോലെ മറ്റു കുട്ടികളെയും കാണണം. നമുക്ക് ആ ഒരു തരത്തിലും നമ്മുടെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൊ നമ്മള് സ്വയം നന്നാകുക, എന്നിട്ട് നമ്മുടെ മക്കള് നന്നാക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കണ്ട് അവര് പഠിക്കണം. മക്കൾക്കെല്ലാം ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ പേരൻസ് ആണ്, അല്ലെങ്കിൽ പിതാവാണ് ആരാ? ഹീറോ. ഹീറോ എന്ന് വെച്ചാൽ നായകൻ, അച്ഛൻ, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്നൊക്കെ കുട്ടികൾ പറയും. അവരുടെ ഹീറോയാണ്. ഇപ്പൊ 10-25 വയസ്സൊക്കെ ആകുന്നുണ്ടെയാണ് സ്വയം ഞാനെന്ന ആ ഭാവം പിന്നീട് വരാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പം അതുവരെ അവര് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നോണ്ടാണ്. പിന്നെ സ്വയം ഇപ്പൊ പറയും എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഭൗതികമായിട്ടുള്ള ചുറ്റുപാട്, അതിലുപരിയാണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വേണ്ടത് അനർത്ഥ നിവർത്തി. അപ്പൊ നമുക്ക് ശ്രദ്ധ, സാധുസംഗ, കുട്ടികളായാലും നമ്മൾ ഭക്തന്മാരാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അസോസിയേഷൻ കൊടുത്ത് നമുക്ക് അവരെ നമ്മുടെ ഭഗവാനിലേക്ക് ആകർഷിക്കാൻ പറ്റും. ഭഗവാൻ സർവാകർഷകനാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആളാണ് ഭഗവാൻ, പരമാത്മാവ്. അപ്പം ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുക. അതായത് നമ്മൾ ഉന്നതമായ നിലയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്, അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമാണ്. അതായത് നമ്മള് അന്യാഭിലാഷിതാശൂന്യം, ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ അഭിലാഷങ്ങളൊക്കെ ആദ്യം അങ്ങോട്ട് തീരട്ടെ, പിന്നെ ഭഗവാന്റെ അഭിലാഷങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിക്കാവുന്നതാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പൊ ആൾക്കാരോട് നാമം ജപിക്കാൻ പറയുമ്പോൾ ഞാനിപ്പോ ഒന്ന് ആസ്വദിക്കട്ടെ, ഇപ്പൊ ഞാൻ കുട്ടിയാണ്, പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ട് ഞാൻ ആസ്വദിക്കാം. പിന്നെ ഹരേ കൃഷ്ണ. അപ്പോ സോറി മാതാജി.
അപ്പൊ പിന്നെ കുറെ കഴിയുമ്പോ അവര് മുതിർന്ന് അല്ലെങ്കിൽ യൗവനയുക്തരായ അവര് പറഞ്ഞ ഇനിയെങ്കിലും നിങ്ങൾ ചാൻറ്റ് എന്ന് പറയുമ്പോ എന്താ പറഞ്ഞ ഞങ്ങൾ കുറച്ചുകൂടെ ആസ്വദിക്കട്ടെ. അപ്പൊ നമുക്ക് നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസം ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുക. ഇന്ന് ജീവിച്ച് ഈശ്വരനെ മനസ്സിലാക്കാനും ഈശ്വര ഭക്തന്മാരോട് അസോസിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ അതാണ് ചാൻറ്റ് ചെയ്യാൻ പറയുമ്പം ചാൻ കാൺ ചാൻറ്റ് ചെയ്യൂന്ന് പറയുമ്പോഴല്ല എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതാവസാനം വരെ അങ്ങനെ പാഴായി പോകും. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു മനുഷ്യജന്മത്തെ അത് നമ്മൾ പാഴാക്കാതെ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ ജീവിതം അങ്ങനെ ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അപ്പം സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി തിരയുന്ന ഈവൻ ഒരു മൃഗമായാലും അത് സന്തോഷത്തിന് വേണ്ടി എവിടെ കിട്ടും സന്തോഷം എന്ന് പറഞ്ഞ് അത് നെട്ടോട്ടം ഓടുകയാണ്. അപ്പൊ മനുഷ്യനും അങ്ങനെ തന്നെയാണ് ഈ ഓട്ടം ഓടുന്നതെല്ലാം. പക്ഷെ നമ്മൾ ഒരിടത്ത് നിന്നിട്ട് നമ്മൾ ആരാണെന്നൊന്ന് ചിന്തിക്കുക, ഈശ്വരൻ ആരാണെന്നൊന്ന് ചിന്തിക്കുക, എന്റെ കർത്തവ്യം എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൗതിക ലോകത്ത് വരുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സമാധാനമില്ലാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ലാത്തത്, ഇതെല്ലാം പൂർവജന്മത്തെ ആശ്രയിച്ചും ഒരു സൈഡ്, പിന്നെ അതിലുപരി നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് പൂർവ്വജന്മത്തിലെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ജന്മത്തില് നമ്മൾ എന്താ പറയാ ഈശ്വര സേവനം ചെയ്യുമ്പോഴാ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും. കലിയുഗം എന്ന് പറയുന്നത് ഭയങ്കര ദോഷം നിറഞ്ഞ ഒരു സമയമാണ്. വിശേഷിച്ച് കലിയുഗം ഇപ്പൊ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിലെ 4,30,000 വർഷമാണ് കലിയുഗത്തിന്റെ ദൈർഘ്യമെങ്കിലും ഇപ്പം അതിന്റെ അവസാനത്തൊക്കെയാണ് എന്താ ഈ പറഞ്ഞിട്ടുള്ള ദോഷങ്ങളൊക്കെ കൂടുതൽ വരാൻ ഉള്ള സമയം. അപ്പം പക്ഷെ ഇന്നിപ്പം കൂടുതൽ ദോഷങ്ങൾ ഒക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരികയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം എല്ലാം ഫാസ്റ്റ് ആണല്ലോ. ഏത് കാര്യത്തിലും ഇപ്പൊ ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതേപോലെ കലിയുഗവും നേരത്തെ കൂടുതൽ അതിന്റെ പ്രഭാവത്തെ കൂടുതൽ അത് വിപുലീകരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ സമൂഹത്തെ നമ്മൾ എന്താ പറയാ നല്ല രീതിയിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ഈശ്വരനെ നമ്മൾ സ്നേഹിക്കാനും ഈശ്വരനെ സേവിക്കാനും ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം നേടാനും ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. ജ്ഞാനം നേടിയത് കൊണ്ട് മാത്രമായില്ല. ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ നേടാനുള്ളത് ആണ്. പിന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ആസ്തിക്യം എന്ന് വെച്ചാൽ ധാർമ്മികതയും ഭക്തിയുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ധർമ്മം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യുഗധർമ്മം എല്ലാവർക്കും ഓരോ മനുഷ്യനും അവനവൻ്റെതായ ധർമ്മമുണ്ട്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഭഗവാൻ തരുന്ന കുട്ടികളെ അവരെ ഈശ്വര സേവനത്തിൽ ഏർപ്പെടുത്തിയാലേ അവർ യഥാർത്ഥ മാതാപിതാക്കളാകത്തുള്ളൂ. ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി എന്ന് പറയുന്നത് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് മാതാപിതാക്കളോട് അവർക്ക് കടപ്പാടുണ്ട്. അപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കർമ്മം ചെയ്യേണ്ട നമ്മുടെ കുട്ടികളാണ്. അവര് ആ കർമ്മം അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ അവരും ഈശ്വരാവബോധം ഉള്ളവരാണെങ്കിൽ പൂർവികരെയൊക്കെ അതാണ് പുത്രൻ എന്നുള്ള വാക്കിനർത്ഥം. പ്രാണനം, അതായത് എന്ന നരകത്തിൽ നിന്ന് പിന്നെ പൂർവികരായിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്താണ് മോചിപ്പിക്കാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ ഒരു കർത്തവ്യം കൂടി ഒരു പുത്രനിലും പുത്രിയിലും ഒക്കെ അധിഷ്ഠിതമാണ്. അപ്പൊ അതൊക്കെ നമ്മളായാലും നമുക്ക് മാതാപിതാക്കളുള്ളതാണ്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുള്ളവരാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പം അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീടാണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പതുക്കെ കാലെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ ഒരു ചെടി പിന്നെ ഒരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി മുളച്ച് അതൊരു ചെടിയായി. പിന്നെ അതിനെ നമ്മൾ സംരക്ഷിച്ചു വെള്ളം കൊടുത്തു, പിന്നെ അതിനെ വളർത്തി വളവും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തി കൊണ്ടുവന്നാലേ അതിൽ നിന്ന് നമുക്ക് യഥാർത്ഥ ഫലം കിട്ടത്തുള്ളൂ. അതേപോലെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലും അവരെ നമ്മൾ ചെറുപ്പത്തിലേ അതുങ്ങൾക്ക് വേണ്ട അതിന് ആവശ്യമുള്ള സംരക്ഷണം നമ്മൾ ഭൗതികമായിട്ടുള്ള ജീവിതമല്ല അവരിൽ അടിച്ചേൽപ്പിക്കേണ്ടത്. അവരിൽ ആധ്യാത്മിക ചിന്ത വളർത്തി നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ അവരെ മറ്റുള്ള അമ്പലങ്ങളിലൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സത്സംഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം.
കാര്യമാണ്. അവിടെ ഡിവോട്ടികളുടെ അസോസിയേഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ ചിലർ ചോദിക്കും, എന്തിനാണ് ഈ ലോകത്തെല്ലാം ഇത്രമാത്രം ഇസ്കോൺ ടെമ്പിൾ എന്തിനാണെന്ന് ചോദിക്കും. ചിലർ ചോദിക്കും, ഒരുപാട് ടെമ്പിൾ ഉണ്ടാകുന്നതിന്റെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടിയാണ്? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭക്തന്മാരുടെ അസോസിയേഷൻ കിട്ടും, അവിടുന്ന് ഉപദേശങ്ങൾ കിട്ടും, പിന്നെ അതുപോലെ ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് സേവനം കിട്ടും, ഭഗവാന്റെ ദർശനം കിട്ടും. അതേപോലെ നമുക്ക് എന്താ പറയാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് അതോടൊപ്പം നമ്മുടെ ആത്മാവിന് സന്തോഷമുണ്ടാകും. അവിടെ ചെന്ന് കുറെ നേരമൊക്കെ നമ്മൾ ഇതിനകത്തെല്ലാം നമ്മുടെ മനസ്സ് എൻഗേജ് ആകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാകും. ഒരിക്കൽ ഒരു കണ്ണ് കാണാത്ത ഒരാള് അമ്പലത്തിൽ പോയപ്പോഴാ, ഭഗവിഹാരി അമ്പലത്തില് പോയ സമയത്ത് അദ്ദേഹം അവിടെ കണ്ണ് കാണാത്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം അവിടെ എല്ലാ ദിവസവും പോയി അവിടെ ഭഗവാനെ കാണാൻ പോകും, കണ്ണ് കാണത്തില്ലെങ്കിലും പോകും. അപ്പൊ ഒരു ദിവസം ഒരു സേട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വലിയ ഒരു മുതലാളി, അപ്പൊ അദ്ദേഹം കുറെ ഭക്തന്മാരുമായിട്ട് ഇങ്ങനെ വന്ന് അമ്പലത്തിനകത്തോട്ട് കയറുമ്പം ഈ ആള് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇവർ രണ്ടുപേരുടെ കൂട്ടി ഇടിച്ചിട്ട് ഈ സേട്ട് താഴെ വീണ്. അപ്പൊ സേട്ട് താഴെ വീണ സമയത്ത് അദ്ദേഹം എന്താ പറയാ, എഴുന്നേറ്റ് വെച്ച് ചോദിച്ചു, എന്താ നിനക്ക് കണ്ണ് കാണില്ലേ, നീ എന്താണ് എന്നെ തട്ടി താഴെ ഇട്ടത്? അന്നേരം പറയും, അതോ എനിക്ക് കണ്ണ് കാണത്തില്ല, ഞാനൊരു അന്ധനാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കും, അന്ധന്മാർക്ക് എന്താണ് ക്ഷേത്രത്തിൽ കാര്യം? ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ വരും ഭഗവാന് ഗുഡ് മോർണിംഗ് പറയാനായിട്ട്, ഹാജര് വെക്കാനായിട്ട് ഞാൻ എല്ലാ ദിവസവും വരും. എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഭഗവാൻ എന്നെ കാണും. അപ്പൊ അടുത്ത ജന്മം എനിക്ക് പിന്നെ എന്താ ഭഗവാനെ കാണാനുള്ള അവസരം അല്ലെങ്കിൽ ഭാഗ്യം ഭഗവാൻ തരും. അതിലുപരി ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഇവിടുത്തെ ഭക്തന്മാരെല്ലാം എനിക്ക് ഒരുപാട് സത് ഉപദേശങ്ങൾ നൽകും. ഞാൻ ഇവിടുന്ന് ഭഗവാന്റെ ദർശനമൊക്കെ എടുത്ത് ഭക്തന്മാരുടെ സത് ഉപദേശങ്ങളൊക്കെ കേട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഓർക്കുന്നത് ആ സത് ഉപദേശങ്ങളാണ്. അപ്പൊ ഒരു അന്ധനായ ഒരാളിന് പോലും ഇത്രമാത്രം ഭക്തി എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും? അപ്പം നമ്മുടെ കണ്ണിനല്ല അന്ധത, നമ്മുടെ മനസ്സിനാണ് ഇപ്പൊ അന്ധത ബാധിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഭൗതിക ലോകത്ത് മനസ്സിനാണ് എല്ലാവർക്കും അജ്ഞത അഥവാ അന്ധത. അതാണ് അന്ധകാരം എന്ന് പറയുന്നത്. ഡാർക്ക്നെസ്, നെസ്സയൻസ് എന്നൊക്കെ പറയും. അതായത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓം അജ്ഞാന തിമിരന്തസ്യ, നമ്മുടെ അജ്ഞാനമാകുന്ന തിമിരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം. അപ്പൊ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സാകുന്ന കണ്ണുകൾക്ക്. അപ്പൊ അത് ഗുരുവിന്റെ അനുഗ്രഹമാകുന്ന അല്ലെങ്കിൽ അദ്ദേഹം തരുന്ന ജ്ഞാനമാകുന്ന ടോർച്ച് ലൈറ്റ് കൊണ്ട് നമ്മുടെ കണ്ണുകൾ നമ്മൾ അത് തുറക്കാൻ പറ്റും. അതാണ് അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ. ജ്ഞാനമാകുന്ന ആ ടോർച്ച് ലൈറ്റ് നമ്മളിൽ അടിച്ചു തരുമ്പോഴാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് തരുമ്പോഴാണ് നമ്മൾ കണ്ണുകൾ തുറക്കുന്നതും അതേപോലെ നമ്മൾ ഭഗവാനിലേക്കുള്ള നേർവഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതുമൊക്കെ. അപ്പൊ ആ ഒരു ഗുരുവിനെ നമ്മൾ എന്നും നമസ്കരിക്കണം. നമ്മുടെ മനസ്സിലെ ഒരു ഗുരുവിനെ സങ്കല്പിച്ച്, ഇപ്പൊ ശ്രീല പ്രഭുപാദിന്റെ ബുക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ ലെക്ചേഴ്സുകളിലേക്ക് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതേപോലെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഗുരുക്കന്മാരാണ്. അവരുടെയൊക്കെ ഇവൻ ശ്രീല പ്രഭുപാദ ലോകഗുരുവാണ്, ജഗദ്ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് മറ്റു ഭക്തന്മാരോട് സ്നേഹത്തോടും അതേപോലെ തന്നെ എന്താണ് ബഹുമാനത്തോടും മറ്റുള്ള ഭക്തന്മാരെ കണ്ട് അവർക്കെല്ലാ ആദരവും നൽകി നമ്മൾ ആധ്യാത്മിക ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനർത്ഥങ്ങളും മാറിയിട്ട് നമുക്ക് പരിശുദ്ധമായിട്ടുള്ള ഈശ്വരനെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇപ്പൊ നാമജപമായാലും അതിനും പലവിധ എന്താണ് ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അപരാധത്തോടു കൂടിയുള്ള നാമജപം, അപരാധം ഒഴിഞ്ഞുള്ള നാമജപം, ശുദ്ധ നാമജപം. അപ്പൊ അപരാധത്തോടു കൂടിയുള്ള നാമജപം എന്ന് വെച്ചാൽ നമ്മൾ നാമം ജപിക്കുമ്പോഴൊക്കെ പിന്നെന്താ, അയ്യോ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകണം, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറണം, അങ്ങനെയൊക്കെ നാമം ജപിക്കും. അങ്ങനെ അതൊക്കെ അപരാധത്തോടു കൂടിയുള്ള നാമമാണ്. പിന്നെ മറ്റു ഭക്തന്മാരെ കുറ്റം പറയുന്ന നാമജപം. അപ്പൊ ഇങ്ങനെയൊക്കെ പല വിധത്തില് നമ്മൾ എന്താണ് ശുദ്ധ അല്ലാത്ത നാമജപമുണ്ട്. അതൊക്കെ ആദ്യത്തെ സ്റ്റേജിൽ എല്ലാവരുമാണ്. പക്ഷെ എന്നാലും നമ്മൾ അതിനെ മറികടന്നിട്ട് ഒരു അപരാധവും ചെയ്യാതെ നമ്മൾ നാമം ജപിക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സ്, കാരണം വെച്ചാൽ നാമം എന്ന് പറയുന്നത് അത്ര ശുദ്ധമാണ്. നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു
പ്രക്രിയയാണ് ഹരിനാമ ജപം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പം കാരണം ചിലർ ചോദിക്കും ഭഗവാനെ കാണുന്നില്ലല്ലോ, പിന്നെ നമ്മൾ നാമം ജപിച്ച് അമ്പലത്തിൽ പോയി വിഗ്രഹം കണ്ട് തൊഴുന്നതല്ലേ വലിയ കാര്യം. പക്ഷെ അതല്ല, ഇന്നത്തെ കലിയുഗത്തില് അതായത് എന്താണ്, ഭഗവാൻ നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാരം. അപ്പൊ ഭഗവാൻ കലിയുഗത്തില് നാമരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ശബ്ദ തരംഗം നമ്മുടെ ഹൃദയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയിലൂടെ കാതുകളിലൂടെ നമ്മുടെ ആ ശബ്ദ തരംഗം കടന്നുപോയി നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ, കാരണം അത്രമാത്രം മാലിന്യങ്ങൾ പിന്നെന്താ കൂന കൂട്ടിയിരിക്കുകയാണ് മനസ്സിൽ. ഓരോ ദിവസവും ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ മാറാൻ വേണ്ടിയാണ്. പക്ഷെ മനസ്സിലെ മാലിന്യങ്ങൾ മാറാൻ എന്ത് വേണം? നാമം ജപിക്കണം. അതിനൊറ്റ ഒരു അപ്പം എന്താ പറയാ, മനസ്സിലെ മാലിന്യങ്ങളാണ് ഭയങ്കര ഡേഞ്ചറാണ്. അതിനെ മാറ്റിയെടുക്കണം. അപ്പൊ അതിനുവേണ്ടി നാമം ജപിക്കണം. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ വീട്ടിലെല്ലാവരും കൂടെ, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ, ഇപ്പൊ ബന്ധുക്കൾ ആരെങ്കിലും വരുന്ന എല്ലാ ദിവസവും സന്ധ്യ സമയത്ത് എല്ലാവരും കൂടെ ഇരുന്ന് റൗണ്ട് നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ പറയുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും, നിങ്ങളിപ്പോ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ വരുന്നവരാണ്. അപ്പൊ എല്ലാവരിൽ നിന്നും ഇപ്പൊ ഒരുപാട് ജ്ഞാനമൊക്കെ നിങ്ങൾ ആർജിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാൽ മാത്രം പോരാ. നമ്മളത് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോടുകൂടെ അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നറിയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ പറഞ്ഞതുപോലെ ഇപ്പൊ സ്പോഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ച് അത് വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നതാണ്. മാക്സിമം വെള്ളം അത് വലിച്ചെടുക്കും. പക്ഷെ അത് പിന്നീട് അത് വെള്ളം വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും അതിനകത്ത് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിഴിഞ്ഞു കളയണം. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ ഒരുപാട് ജ്ഞാനം നമ്മൾ നേടുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുത്താലേ, പറഞ്ഞു കൊടുക്കുന്നവർക്ക് ആരാണോ കേൾക്കുന്നത് അവർക്കും, അതേപോലെ പറയുന്നത് ആരാണോ അവർക്കും ഒരേപോലെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ടാണ് സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം, നമുക്കിപ്പോ 9 തരത്തിലുള്ള ഭക്തിയുത സേവനമുണ്ട്. അതിനകത്ത് ശ്രവണവും കീർത്തനവുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എങ്കിൽ മാത്രമേ ഈശ്വര സ്മരണ കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സുഖദേവ ഗോസ്വാമി എന്താ ചെയ്തത്? കീർത്തനം ചെയ്തതേ ഉള്ളൂ. പരിശുദ്ധ മഹാരാജാവ് ശ്രവണം ചെയ്തതേ ഉള്ളൂ. രണ്ടുപേർക്കും ഒരേപോലെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. അപ്പൊ നമ്മൾ ആർക്കും മറ്റ് ആചാര്യന്മാരെ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ ഈ ഒരു നമ്മുടെ ജീവിത സാഹചര്യത്തില് നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം, അതായത് നാമം ജപിക്കാനും, അതുപോലെ നമ്മുടെ എന്താ പറയാ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നമുക്ക് സ്വയം നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമുക്ക് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നമ്മള് എന്താ പറയാ ഭക്തന്മാരുടെ അടുത്ത് പോവുക. ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്കൂള് പോലെയാണെന്ന് പറയും, ഒരു ഹോസ്പിറ്റൽ പോലെയാണെന്നും പറയും. നമുക്ക് ഒരുപാട് ഭൗതിക രോഗങ്ങളുണ്ട്. ഭൗതിക രോഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, സാമൂഹിക സമ്മർദ്ദം, പിന്നെ അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ, ജയപരാജയങ്ങള്, പിന്നെ അതുപോലെ തന്നെ പിന്നെ സന്തോഷമില്ലായ്മ, ഡിസ്ട്രെസ്, പിന്നെ ടെൻഷന്, പിന്നെ അതുപോലെ പലതരത്തിലുള്ള പ്രഷർ, ഇതെല്ലാം സമൂഹത്തിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ കുട്ടികൾ അനുഭവിക്കുമ്പോഴാണ് അവർക്കൊക്കെ ഒരു കുളിർമ പോലെയാണ് ഇപ്പം ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈ സമൂഹത്തില് നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഓരോരുത്തരും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറയും, ഞാൻ നാമം ജപിക്കുന്നുണ്ട്, എനിക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട്, എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. അതൊന്നും മാത്രമല്ല ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. സ്നേഹം, അനുകമ്പ, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. മറ്റു ജീവാത്മാക്കളോടുള്ള അനുകമ്പ, മറ്റ് നമ്മുടെ സഹജീവികളോടുള്ള ഉണ്ടാകുന്ന നമ്മുടെ കെയറിങ്, കരുതല്, ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നല്ല ഗുണങ്ങൾ നമ്മൾ സ്വയം നമുക്ക് വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം, ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഇപ്പൊ ആദികർത്ത പ്രഭുവിന്റെ അസോസിയേഷനും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും, അതേപോലെ അദ്ദേഹം ഓരോ ഭക്തന്മാരെ ഓരോ ദിവസവും കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക്
വേണ്ടിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ എന്താ പറയാ ഓരോരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ച് നാമജപത്തിന്റെ പ്രാധാന്യം, ഭക്തന്മാരുടെ പ്രാധാന്യം, ഗുരുവിന്റെ മഹിമ, അത് ഭഗവാന്റെ മഹത്വം, അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളുടെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ മഹാത്മ്യം, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടുള്ള ശ്രമിക്കുകയാണ്. അത് മാത്രം ഇപ്പൊ നമുക്ക് അതായത് ഗുരുക്കന്മാര് പറയുന്നുണ്ട്, അതായത് പക്ഷികൾ പറക്കും. പക്ഷികൾ പറക്കുമ്പോൾ അതിനകത്തൊരു പിന്നെ എന്താ പറയാ, ഒരു പക്ഷി അതാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ പക്ഷികൾക്കെല്ലാം എങ്ങനെ പറക്കണം, ഏത് വഴി പറക്കണം, ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതെല്ലാം ഈ പക്ഷി പറഞ്ഞു കൊടുക്കും. പക്ഷെ ആരാണ് പറക്കേണ്ടത്? പക്ഷി മുന്നേ ആ നേതൃത്വം വഹിക്കുന്ന പക്ഷി മുന്നേ പറക്കും. ബാക്കിയുള്ള പക്ഷികളെല്ലാം ബാക്കിലൂടെ ഇങ്ങനെ പുറകെ പറന്നു പോകണം ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. പക്ഷെ പക്ഷികൾ പറക്കണം, എന്നാലേ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. അപ്പൊ നമുക്കൊക്കെ എന്താ പറയാ, നമുക്ക് ഗുരുക്കന്മാരും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എന്താ ഭക്തന്മാരും ഒക്കെ നമ്മളെ അവര് സഹായിക്കുകയാണ്, നമ്മുടെ മുന്നോട്ട് ആധ്യാത്മിക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ അവര് നമ്മളെ സഹായിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, നമ്മളും അതിനോടൊപ്പം സഞ്ചരിക്കണം. അവര് നമ്മളെ നയിക്കുന്നതനുസരിച്ച് നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കണം. അതേപോലെ നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റു കുട്ടികളെയും, ഇപ്പൊ അതുകൊണ്ടാണ് എന്താ പറയാ, മറ്റു കുട്ടികളെ ഇപ്പൊ നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാണ് മറ്റു കുട്ടികളും. അപ്പൊ അവരെ കൂടെ ഈ സമൂഹത്തിൽ നമുക്ക് നന്നാക്കി എടുക്കാൻ ഒരു കുട്ടിക്കെങ്കിലും ആധ്യാത്മിക ജീവിതത്തിന് അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിന്റെ മഹിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അത് ഭഗവാനും ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. കാരണം എല്ലാം ഭഗവാന്റെ മക്കളാണ്. നമുക്ക് ഈ ഭൗതിക ലോകത്ത് ആരോടും ശത്രുതയില്ല. ഇപ്പം ഭഗവാൻ പറയുന്നുണ്ട്, അജാത ശത്രു, യുധിഷ്ഠിരനെ വിശേഷിപ്പിക്കുന്നതാണ്, യുധിഷ്ഠിര മഹാരാജാവിന് എന്ന് പറയുന്ന പോലെ. അജാത ശത്രു എന്ന് വെച്ചാൽ എന്താണ്? ശത്രുക്കളെ ജയിച്ചവൻ. അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രു, ഇല്ലേ? നമ്മുടെ മനസ്സിലാണ് മറ്റുള്ളവരെ ഒരു പ്രാവശ്യം പറഞ്ഞേച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കും. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, എത്രയോ കാലം നമ്മുടെ മനസ്സിൽ അതാണ് പക. നമ്മുടെ മനസ്സിൽ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം, ശത്രുത, പകയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം സമൂഹത്തില് നമുക്ക് ഇതൊക്കെ നമ്മുടെ വെല്ലുവിളികളാണ്. നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് ശത്രു. അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രു, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ബന്ധു. അപ്പം ഈ ശത്രുവാകുന്ന മനസ്സിനെ നമ്മുടെ ബന്ധുവാക്കി എടുക്കാൻ വേണ്ടി എപ്പോഴും ശത്രുത തന്നെയാണ്. മനസ്സിനെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ചഞ്ചലമാണ് മനസ്സ്. ഭഗവാൻ പറയുന്നുണ്ട്, ചഞ്ചലം ഹി, ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനാ കൃഷ്ണ പ്രമാദി ബലഭദ്രണം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം. അപ്പൊ അത് നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, എപ്പോഴും പ്രക്ഷുബ്ധമാണ്. ഇന്നത്തെ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്, അല്ലേ? നമുക്ക് മനസ്സിനെ അടക്കാൻ പറ്റില്ല. നിസാര കാര്യങ്ങൾ മതി നമ്മുടെ കുട്ടികളുടെ ആയാലും മനസ്സിനെ പിന്നെ വിശേഷിച്ച് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എന്താ പറയാ മുന്നോട്ട് വരുന്നത് കൊണ്ട് അതിനെയെല്ലാം കണ്ട് 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 ഈ പിള്ളേരുടെയൊക്കെ മനസ്സിങ്ങനെ എന്താ പറയാ മരവിച്ച പോലെയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ്. അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പം അതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എന്താണ്, നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. നമ്മുടെ മനസ്സ് അത്രമാത്രം എന്താ പറയാ നമുക്ക് മെരുക്കാനാവാത്തതാണ്. അതാണ് വാചോ വേഗം മനസ്സാ ക്രോധ വേഗം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിനെ അടക്കി നമുക്ക് എന്താണ്, അപ്പം ഭഗവാൻ പറയുന്നത് എന്താണ് അതിനുത്തരം? തീർച്ചയായിട്ടും നീ പറയുന്നത് ശരിയാണ് അർജുന. മനസ്സിനെ അടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ വേണ്ടത് എന്താണ്? അഭ്യാസം ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന അഭ്യാസമാണ്. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച. അതായത് നമ്മൾ അഭ്യാസം കൊണ്ടും പിന്നെ വിരക്തി എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള നമുക്ക് എപ്പോഴും ആസക്തിയാണ്. പിന്നെ കുടുംബത്തോടുള്ള ആസക്തി, നമ്മുടെ ജോലിയോടുള്ള ആസക്തി, പണത്തിനോടുള്ള ആസക്തി, പിന്നെ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി. അപ്പൊ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉടനടി നമുക്കിതിനെയൊന്നും പിടിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമില്ല. അതിനാണ് അഭ്യാസം. നമ്മൾ കുട്ടികൾ പിന്നെ സ്കൂളിൽ പോയി ഹോംവർക്ക് ചെയ്യാൻ കൊടുക്കുന്ന എന്തിനു വേണ്ടി? അവർ അഭ്യാസം ചെയ്യണം.
എല്ലാ ദിവസവും പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കണം, അതിനിൽ കൂടി നമ്മൾ കടന്നു പോകണം. അതേപോലെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിലുമുണ്ട് ഇതേപോലുള്ള ഹോംവർക്ക്. എന്താണ്? എല്ലാ ദിവസവും നമ്മൾ നാമം ജപിക്കുക, എല്ലാ ദിവസവും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതൊരു മഹാഭാഗ്യമാണ്. നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. പിന്നെ എന്താ പറയാ, നമ്മളും സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. നമ്മുടെ കുടുംബ അംഗങ്ങളിലും ഈ ഒരു ആധ്യാത്മിക ചിന്ത വളർത്തിയെടുക്കാൻ നമ്മളും ഉത്തരവാദികളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ മനസ്സിനെ എന്താ പറയാ, നമ്മുടെ വാക്കുകളെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കണം. എപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കാനേ പാടില്ല. ആരോടും ശത്രുത മനോഭാവം വെച്ച് പുലർത്താൻ പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ സ്വയം നന്നാകുമ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സമൂഹത്തിലും ഇറങ്ങി നമുക്ക് മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ. അപ്പൊ ഇന്ന് ഭക്തന്മാരെല്ലാം അതാണ് ചെയ്യുന്നത്, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ഭക്തന്മാരെ ഉദ്ധരിക്കാൻ. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സമൂഹത്തിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ ഒരുപാട്, അതായത് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എല്ലാം നമുക്ക് ദൂരീകരിക്കാനും അതിലുപരി നമ്മുടെ ജീവിതത്തിലെ ജീവിത വിജയം കൈവരിക്കാനും സാധ്യമാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ള സമയമില്ല. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് വളരെ തിരക്കിലാണ്. മാതാജിയെ നമുക്ക് വീണ്ടും കിട്ടണം. അപ്പൊ ഇതുപോലെ ആരെങ്കിലും വരാത്തപ്പോഴാണ് മാതാജി നമുക്ക് കിട്ടുന്നത്. സോ മാതാജി വീണ്ടും നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നതിലേക്ക് വേണ്ടി 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാനുള്ള സമയമില്ല. അതിലേക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിലേക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വെക്കാം. ഇനി ഒരാൾ കമന്റ്സ് പറഞ്ഞാട്ടെ, അത് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി. നമസ്കാരം മാതാജിയെ കണ്ടതിൽ വളരെ സന്തോഷം മാതാജി. ഞാൻ ബിന്ദുപ്രഭയാണ്. ഹരേ കൃഷ്ണ മാതാജി, സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ രത്നയാണ്. ഹരേ കൃഷ്ണ, ജയ്പൂരിന്ന്. വളരെ സന്തോഷം മാതാജി. മ്യൂട്ടാ മാതാജിയുടെ, മ്യൂട്ടാ. അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ മാതാജി വഴി അറിയാൻ കഴിയും. കുറെ കാര്യങ്ങൾ നമ്മൾ കൃഷ്ണ ഭക്തി വന്നെങ്കിലും അറിയാൻ പറ്റണില്ല. ഓരോന്നും അതിന്റെ വ്യക്തമായിട്ടും മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ